Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഇന്നലെ എടുത്ത് നോക്കിയോ ലബോറട്ടറി? ലബോറട്ടറി നോക്കിയിരുന്നോ? എന്താണ് പറയാതെ നോക്കിയില്ല, വായിച്ചു നോക്കിയില്ല? Yes, ma'am. വായിച്ചു നോക്കി മിസ്. അങ്ങനെയില്ല, ക്ലിയർ ആയല്ല? എടുത്ത ഭാഗങ്ങളൊക്കെ ഓക്കെയാണോ? Okay, ma'am. ബാക്കി എടുക്കാം കേട്ടോ. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ഏതെങ്കിലും? ഒന്നൂടെ പറയോ ഷോർട്ടായിട്ട്? എന്താണ്, ഏത് സെക്ഷനാണ് സഹറ? ഇപ്പൊ പറയാവേ. മറ്റേ ഓരോ പോയിന്റ്സ് ഇല്ലേ, പോളിസി ആൻഡ് എടുക്കുന്നുള്ളോ? എടുക്കുന്നുള്ളോ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിക്ക് ഇൻഫ്രാസ്ട്രക്ചർ വരെ മിസ് എടുത്തിട്ടുള്ളൂ. ആണോ? ആ ചാർട്ട് ഒന്ന് പറയോ? എന്താണ് ബോക്സാ? ഹൈറാർക്കി ആണ്. ഹൈറാർക്കി, പോസ്റ്റിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്. ഹൈറാർക്കിയിലെ പൊസിഷൻ ആരെയാണ്? ആളുടെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, അങ്ങനെ അതാണ് ആ ഹൈറാർക്കിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ. ലബോറട്ടറി ഡയറക്ടറിൽ ഡോക്ടറൽ ഡിഗ്രി, അതായത് MDO അല്ലെങ്കിൽ PhD കഴിഞ്ഞ ആളായിരിക്കണം. അതല്ല ചില സമയത്ത് ഇപ്പൊ നമ്മൾ എന്താണ് ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആളുകളെയും നമ്മൾ ലബോറട്ടറി ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്, നിയമിക്കാറുണ്ട്. ആളുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാല് എന്താണ്, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, അതിനുവേണ്ട മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ലബോറട്ടറി ഡയറക്ടറുടെ ഉത്തരവാദിത്തം. കൂടാതെ എന്താണ് പേഷ്യന്റ് കെയർ ക്വാളിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് റിസൾട്ടുകൾ നൽകാന്നാണ്. അപ്പൊ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള, ഗുണനിലവാരമുള്ള, അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ പേഷ്യൻസിന് നൽകുക. കൂടാതെ എന്താണ്, ഓരോ റിസൾട്ടുകളെ കുറിച്ചും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അണ്ടറിലെ ഒരു വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ് എന്താണ് ബോഡി ഫ്ലൂയിഡ്സുകളെ ടെസ്റ്റ് ചെയ്യുന്ന ആളെ പറയുന്നതാണ് പാത്തോളജിസ്റ്റ്. ടെസ്റ്റ് അങ്ങനെയുള്ള ഒരാളുടെ അസിസ്റ്റില് എന്താണ് ടെസ്റ്റ് റിസൾട്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ, അത് ആളും ഡോക്ടർ ഡിഗ്രി, അതായത് MD or PhD കഴിഞ്ഞ ആളായിരിക്കും. മേ ബി സംടൈംസ് എന്താണ് മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് ബോർഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആളുകളും ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിട്ട് നിയമിക്കാറുണ്ട്. ആളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാല് ടെക്നിക്കൽ പരമായി, അതായത് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, മെഷീനറീസ് ഉണ്ടാവും ലാബുകളില്, അങ്ങനെയുള്ള ടെക്നിക്കലും സയന്റിഫിക് ഫങ്ഷൻസ് ഒക്കെ സൂപ്പർവിഷൻ നടത്തുക, മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി. നെക്സ്റ്റ് ജനറൽ സൂപ്പർവൈസർ, ചില ഓരോ ലാബുകളുടെയും ബേസിസിലും അതല്ലെങ്കിൽ ആളുടെ എക്സ്പീരിയൻസിലും ചില സമയത്ത് ടെക്നിക്കൽ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ലബോറട്ടറി ഡയറക്ടറോ ജനറൽ സൂപ്പർവൈസർ ആയിട്ട് വരുന്നുണ്ട്. ആളുടെ പിന്നെന്താണ്, അതല്ലെങ്കിൽ MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, അതല്ലെങ്കിൽ MP മെഡിക്കൽ ടെക്നീഷ്യൻസ്, ടെക്നോളജിസ്റ്റ് ആ ആളോ, അതല്ലെങ്കിൽ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ്, അങ്ങനെ ക്വാളിഫൈ ഉള്ള ആളുകളും
ജനറൽ സൂപ്പർവൈസർ ആയിട്ട് നിയമിക്കാറുണ്ട്. ആളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഫങ്ഷൻസ്, ലാബുകളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഓരോ ദിവസം ഒരുപാട് സാമ്പിളുകൾ കളക്ട് ചെയ്യും, അവ ടെസ്റ്റുകൾ നടത്തും, അതിന്റെ റിസൾട്ടുകൾ കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള ഡേ ടു ഡേ ഫങ്ഷൻസിനെ സൂപ്പർവിഷൻ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. നെക്സ്റ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ്, MLT അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. ഇത് നമുക്കറിയാം, ഒരു ലാബ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഫാർമസി നടത്തണമെങ്കിൽ എന്ത് വേണം, അതിനുള്ള ക്വാളിഫൈ ഉള്ളതും വേണം. അവർക്ക് എന്താണ്, ഗവൺമെന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ, ലാബുകൾ നടത്താൻ. അല്ലെങ്കിൽ എന്താണ്, ഫാർമസി ഒക്കെ നടത്താൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ച ആളുകളോ ആയിരിക്കും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനായി പ്രവർത്തിക്കുന്നത്. ആളുടെ ഡ്യൂട്ടി എന്താണ്, പെർഫോം കസ്റ്റമറി ടെസ്റ്റ്. എന്താണ് കസ്റ്റമറി ടെസ്റ്റ്, ഓരോ പേഷ്യൻസിന്റെയും ടെസ്റ്റുകൾ നടത്തുക. ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ ഉള്ള, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ടെസ്റ്റ്, അതായത് നല്ല നിലവാരത്തോടു കൂടിയാണ് ഓരോ ടെസ്റ്റ് പരിശോധനകളും നടത്തുന്നത് എന്ന് നോക്കുന്നതൊക്കെയാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസിന്റെ ഡ്യൂട്ടി. ആരുടെ അണ്ടറിലാണ് സൂപ്പർവിഷൻ നടത്തുന്നത്, MLSന്റെയോ അതല്ലെങ്കിൽ MPയുടെ അണ്ടറിലായിരിക്കും സൂപ്പർവിഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഫ്ലുബോട്ടമിസ്റ്റ്. ഫ്ലുബോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ലാബുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ബ്ലഡ് ഒക്കെ എടുക്കുന്ന ആളുകളില്ലേ, അവരെയാണ് ഫ്ലുബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. നമ്മൾ ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാല് 6 മാസത്തെ ലാബ് കോഴ്സുകൾ ചെയ്യാറില്ലേ, അങ്ങനെയുള്ള ആളുകളെയാണ് ഫ്ലുബോട്ടമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഗ്യാദർ ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്. എന്താണ് ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് സാമ്പിള്, സാമ്പിളുകൾ കളക്ട് ചെയ്യുക, ശേഖരിക്കുക എന്നുള്ളതാണ് ഫ്ലുബോട്ടമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? സിമ്പിൾ ആണ് അത്, അത് ജസ്റ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എഴുതി തന്നില്ലേ, പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. വിവിധ ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളുടെ, നമ്മുടെ ശരീരത്തിലെ എൻസൈമുകൾ ഉണ്ട് അല്ലെ, റെസ്പിറേഷന് സഹായിക്കുന്ന എൻസൈമുകൾ ഉണ്ട്, ഡൈജഷന് സഹായിക്കുന്ന എൻസൈമുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ എൻസൈമുകളുടെയും കാർബോഹൈഡ്രേറ്റുകളുടെയും ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻസ് അല്ലെങ്കിൽ ഫാറ്റുകളൊക്കെയാണ് ലിപ്പിഡുകൾ. അങ്ങനെ ലിപ്പിഡുകളുടെയും പ്രോട്ടീനുകൾ, കരൾ പ്രവർത്തനങ്ങളുടെയൊക്കെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു പ്രൊസീജിയറിനെയാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഹോർമോണൽ എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണിന്റെ വേരിയേഷൻസ് ലെവലില്ലേ, നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ലെവൽ ഉണ്ട് അല്ലെ, ഓരോ ഹോർമോണുകളും ഇത്ര വേണം എന്നുള്ള, അങ്ങനെ ഹോർമോണിന്റെ ലെവലുകൾ ബ്ലഡ് എടുത്തുകാണിട്ട് ഹോർമോൺ ലെവൽ പരിശോധിക്കുന്നതിനെയാണ് ഹോർമോണൽ എസ്സേ എന്ന് പറയുന്നത്. ഹോർമോണിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് തൈറോയിഡ് അല്ലെ, PCOD, പ്രഗ്നൻസി പ്രോബ്ലംസ്, അങ്ങനെയുള്ള പല കുഴപ്പങ്ങളും വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. എന്താണ് നല്ല ഒരു ലബോറട്ടറി എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്? എന്താണ് സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സൈനേജ് എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയിൽ അവർ എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ സൗകര്യങ്ങളാണ്, ടെസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് ഈ ലാബുകളിൽ ചെയ്യുമ്പോൾ ബോർഡ് കണ്ടിട്ടില്ലേ, അവര് ലാബിന്റെ ഫ്രണ്ടില് ഇന്ന ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഇത്ര ഓരോ ടെസ്റ്റുകൾക്കും ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫീസ് ഒക്കെ കാണിച്ചിങ്ങാനിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെയാണ് സൈനേജ് എന്ന് പറയുന്നത്. ബോർഡുകൾ
that consists of the following information. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും? നെയിം, ആ ലാബിന്റെ പേരുണ്ടാവും അല്ലെ, രജിസ്ട്രേഷൻ നമ്പർ, ഇൻഫ്രാസ്ട്രക്ചർ മിസ് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ എടുത്തല്ലേ മിസ്? ഓക്കെ. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, ലാബിന്റെ രജിസ്ട്രേഷൻ നമ്പർ. സർവീസ് ഓഫ് എയ്ഡ്, അവർ എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് അവേഴ്സ്, എത്ര മണി വരെയും എത്ര മണി മുതൽ എത്ര മണി വരെയാണ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കും. അവരെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. ഫീസ് ഓഫ് ഡിഫറെന്റ് ടെസ്റ്റ്, ഓരോ ടെസ്റ്റുകൾക്ക് എങ്ങനെയാണ് വ്യത്യസ്ത ഫീസുകളാണ് അല്ലെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെ, യൂറിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെ, ഡിഫറെന്റ് ഫീസുകളല്ലേ. അപ്പൊ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റുകളുടെ ഫീസുകൾ ഉണ്ടായിരിക്കും. ഏത് സർവീസസ്, അവർക്ക് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ആ സൈനേജ് ബോർഡില് കണ്ടിട്ടില്ലേ? നിങ്ങൾ ലാബുകളിൽ പോകും, ആ ലാബിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും ഒരു ബോർഡ് പോലെ, അല്ലെങ്കിൽ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ ഉള്ളിലും പുറത്തായിട്ട്. ഓക്കെ. നെക്സ്റ്റ്, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. ഇപ്പൊ നമുക്കറിയാം ലാബുകളിൽ പല കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, റേഡിയേഷൻ നടത്തുന്നുണ്ട് അല്ലെ, റേഡിയേഷൻ ഇല്ലേ? അപ്പൊ നമ്മ ലാബുകളിൽ കയറുമ്പോൾ കാണാറില്ലേ ഓരോന്നിനും ഡിഫറെന്റ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ജാഗ്രത എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി റെഗുലേഷൻസും ഹെൽത്ത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട റൂൾസുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, എമർജൻസി പ്ലാൻസ്. എന്താണ് എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാം, ഇപ്പൊ ഫയർ അല്ലെ, തീ പിടിക്കാലോ. അപ്പൊ അതിന് വേണ്ട ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ, ഫയർ അറേഞ്ച്മെന്റ്സ് വേണ്ടേ? തീ അണക്കുന്നതിനുള്ള വേണം അല്ലെ. പിന്നെ എന്താണ് കെമിക്കൽ സ്പില്ലേജ് വരാം. സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചാലേ, സ്പില്ലേജ് വേസ്റ്റ് എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ്, എന്തെങ്കിലും കെമിക്കൽസിന് ചോർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? അതൊക്കെ കറക്റ്റ് ചെയ്യണം അല്ലെ, ആ ചോർച്ചയൊക്കെ നീക്കി ഓക്കെ ആക്കണം. അങ്ങനെയുള്ള കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റുകൾ, എന്തെങ്കിലും ലാബിൽ എന്തെങ്കിലും ഗ്യാസോ എന്തെങ്കിലും തീപിടുത്തുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അതിനു വേണ്ട എമർജൻസി പ്ലാൻസുകൾ ഉണ്ടാവണം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് എന്ന് വെച്ചാൽ ദുരന്ത നിവാരണ പ്ലാനുകൾ. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാല് അതെങ്ങനെ അവർക്ക് തരണം ചെയ്യാം, ഓവർകം ചെയ്യാം എന്നതിന് വേണ്ട പ്ലാനുകളൊക്കെ, അങ്ങനെയുള്ള എമർജൻസി പ്ലാൻസുകള് ലാബുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, കോൺസ്റ്റന്റ് പവർ സപ്ലൈ. റെഗുലർ ആയ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പവർ സപ്ലൈ. ലാബുകളുടെ പ്രവർത്തനത്തിന് എന്താവശ്യമാണ്? കറണ്ട് ആവശ്യമാണ് അല്ലെ, വൈദ്യുതി. ടെസ്റ്റുകൾ നടത്താൻ, അവിടുത്തെ എക്യുപ്മെന്റുകൾ പ്രവർത്തിപ്പിക്കാൻ അല്ലെ. അപ്പൊ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ. എൻവയോൺമെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ആ ലാബിന്റെ ഉള്ളിലെ ഹ്യൂമിഡിറ്റി, ചൂട്, ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, വെന്റിലേഷൻ ഉണ്ടായിരിക്കും. ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്റേ സെക്ഷൻ അല്ലെങ്കിൽ സ്കാനിങ് സെക്ഷനിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ലൈറ്റ് എങ്ങനെയാണ്? വ്യത്യാസം ഉണ്ടോ അവിടുത്തെ ലൈറ്റിന്? എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ്ങിനൊക്കെ കയറുമാറൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിം ലൈറ്റ് ആയിരിക്കും അല്ലെ, ഒരു ചെറിയ വെളിച്ചല്ലേ അവിടെ ഉണ്ടാകുന്നുള്ളൂ, അവരെടുക്കും ഡിമ്മായിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വിത്ത് റെഫറൽ സെന്റേഴ്സ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു ചില ലാബുകളിൽ എന്താണ് തൈറോയിഡിനുള്ള സാമ്പിൾ കളക്ട് ചെയ്യും. അവർ വേറെ എവിടേക്കെങ്കിലും അയച്ചിട്ടായിരിക്കും അല്ലെ ടെസ്റ്റുകൾ നടത്തുന്നത്, റെഫറൽ ആയിട്ട് വേറെ വലിയ ലാബുകളിലേക്ക് അയച്ചിട്ടായിരിക്കും ടെസ്റ്റ് റിസൾട്ട് കൈവറ്റുന്നത്. അങ്ങനെയുള്ള റെഫറൽ സെന്ററിൽ നമ്മൾ സാമ്പിളുകൾ, സ്പെസിമെനുകൾ
അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ റെഫറൽ സെന്റേഴ്സിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സിലേക്ക് സാമ്പിളുകൾ അല്ലെങ്കിൽ സ്പെസിമെനുകൾ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കണം. ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് കേട്ടോ. അങ്ങനെയുള്ള കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്പുകള്, ബയോ ഹസാർഡ്സ് ആൻഡ് ലേസർ ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സെൻസ്. ഇതൊക്കെ എന്ത് ചെയ്യും? റേഡിയോ ഐസോട്ടോപ്പുകള്, ലേസേഴ്സ്, ബയോ ഹസാർഡ്സുകളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ വരുത്തും അല്ലെ. നമ്മ ആ ഏരിയയിലേക്ക് ആവശ്യമില്ലാതെ ആ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് റേഡിയേഷൻ ഒക്കെ ഉണ്ടാവൂലേ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ബയോ ഹസാർഡ്സ്, ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏരിയ അതൊക്കെ കീപ്പ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഏരിയയിൽ എന്തായ പ്രോപ്പർ ആയിട്ടുള്ള സൈനേജുകള്, ഇന്ന ഏരിയയിൽ ഇന്നതുണ്ട് അപ്പൊ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ള സൈനേജുകള് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു മിനിറ്റ്. ഇതുണ്ടോ? ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻഫ്ലേമബിൾ, തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ബയോ ഹസാർഡുകള്, റേഡിയേഷൻ ഹസാർഡുകള്, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. കണ്ടിട്ടല്ലോ ഇങ്ങനെയുള്ള സിമ്പിൾസ്. അപ്പൊ ഇത് സൂക്ഷിക്കുന്ന ഏരിയയില് പ്രോപ്പർ ആയിട്ടുള്ള സൈനേജുകള് പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ ഇതൊക്കെ? ഓക്കെ. നെക്സ്റ്റ്, ടു അവോയ്ഡ് എന്നുണ്ട്. അത് വെട്ടി ഒന്ന് കറക്റ്റ് ചെയ്ത്. ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glass wires, toilet facilities for staffing, for patients. എന്നാണ് കണ്ടാമിനേഷൻ മലിനീകരണം നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓരോ ഏരിയാസും ഓരോ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ലാബുകളിലെ ആന്തരിക ഘടനയിൽ വരുന്ന ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ എങ്ങനെയാണ്? സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ഡിസൈനഡ്. ഇപ്പൊ നമുക്ക് എന്താണ്? റിസപ്ഷനും സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ഏരിയയും വെയിറ്റിംഗ് ഏരിയയും അവർ ചെക്ക് ചെയ്യുന്ന ഏരിയയും ഒരുമിച്ചാണെങ്കിൽ എന്ത് പറ്റും? മലിനീകരണം നടക്കാം അല്ലെ. കണ്ടാമിനേഷൻ നടത്തൂടെ. എല്ലാവരും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം തങ്ങി നിൽക്കൂല്ലേ അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ, അങ്ങനെ കണ്ടാമിനേഷൻ വരാതിരിക്കാൻ ഓരോ ഏരിയാസും സെപ്പറേറ്റ് ആയിട്ട് വേണം സൂക്ഷിക്കാൻ. നമ്മൾ ചെല്ലുമ്പോ കാണാറില്ലേ റിസപ്ഷൻ ഉണ്ടാവും, അതിന്റെ ഇപ്പുറം എന്താണ്? വെയിറ്റിംഗ് ഏരിയ അല്ലെ. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്നിട്ടായിരിക്കും നമ്മുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യാനുള്ള ഏരിയാസ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്കായിരിക്കും അല്ലെ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ്, നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്താണ്? സെപ്പറേറ്റ് തിരിച്ചിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ്, സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. എന്താണ്? സ്പെസിമെനുകള്, നമ്മളിൽ നിന്നെടുക്കുന്ന സാമ്പിളുകള്, സ്പെസിമെനുകള്, സ്ലൈഡ്, അതും അങ്ങനെ ആ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ലൈഡുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് എന്തുകൂടി ഉണ്ടായിരിക്കണം? കോൾഡ് സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അവിടെ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. സ്പെസിമെനുകള്, സാമ്പിളുകള്, സ്ലൈഡുകള് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം. നമുക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ഏരിയ കൂടി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആക്സസ് ടു എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയ. എന്താണ്? അംഗീകൃത ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് അംഗീകൃത വ്യക്തികൾക്ക് മാത്രമേ എക്സാമിനേഷൻ നമ്മൾ പരിശോധിക്കുന്ന ഏരിയയിലേക്കും റെക്കോർഡുകള് കീപ്പ് ചെയ്യുന്ന ഏരിയയിലേക്കും പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാവരും കയറാൻ പറ്റൂല അല്ലെ. സാമ്പിളുകൾ പരിശോധിക്കുന്ന എക്സാമിനേഷൻ റൂമുകളിലേക്ക് അല്ലെങ്കിൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഏരിയയിലേക്ക് എല്ലാവർക്കും കയറാൻ പറ്റുമോ?
ഇല്ല. എന്താണ് അംഗീകൃത അതുമായി ബന്ധപ്പെട്ട ഓതറൈസ്ഡ് പേഴ്സണൽസിന് മാത്രമേ എക്സാമിനേഷൻ പരിശോധിക്കുന്ന സ്ഥലത്തേക്കോ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഏരിയയിലേക്കോ കയറാൻ പ്രവേശനം ഉണ്ടാവാൻ പാടുള്ളൂ. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ലെവൽസ് എത്ര ലെവല് ലബോറട്ടറീസ് ഉണ്ട്? നമ്മ ഹോസ്പിറ്റൽ പഠിച്ചല്ലോ, ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റല്. അതിലെന്താണ് ഹോസ്പിറ്റലില് അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ബെഡിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു അല്ലേ? സ്മോൾ സൈസ്ഡ്, മിഡ് സൈസ്ഡ്. അതേപോലെ ലബോറട്ടറികളില് അവിടെ കളക്ട് ചെയ്യുന്ന എത്ര സാമ്പിളുകള് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് തരം തിരിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? ഒരു ദിവസം എത്ര സാമ്പിളുകളാണ് അവർ സ്വീകരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തില് ലബോറട്ടറികളെ ക്ലാസിഫൈ ചെയ്യുന്നു. നോക്കിയേ, മെഡിക്കൽ laboratories according to NABL are divided into 4 as below, irrespective of the place they are operating. എന്താണ് അവർ പ്രവർത്തിക്കുന്നത്? ഇപ്പൊ ഓരോ ലാബുകളും പ്രവർത്തിക്കുന്ന സ്ഥലം എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അത് പബ്ലിക് ആണോ അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആണോ എന്നുള്ള കാര്യം നോക്കാതെ ഓരോ ഹോസ്പിറ്റൽ ഓരോ ലാബുകളെയും എന്താണ് NABL ക്ലാസിഫൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. NABL എന്ന് പറഞ്ഞാല് നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ഹെൽപ്പ് ചെയ്യണം. എഴുതിയാ പോരെ? പറഞ്ഞാ പോരെ? കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടാ. കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്നും കൂടി ഉണ്ട് കേട്ടാ. നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓരോ ലബോറട്ടറിനെയും അവിടെ എത്ര സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു പെർ ഡേ, ഒരു ദിവസം എത്ര സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ. സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാല് a laboratory that receives samples of up to 100 patients or participants per day. ഒരു ലബോറട്ടറിയിൽ ഒരു ദിവസം 100 സാമ്പിളുകൾ വരെ കളക്ട് ചെയ്യുകയാണെങ്കിൽ, റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. മീഡിയം സൈസ്ഡ് എന്ന് പറഞ്ഞാൽ 101 മുതൽ 400 വരെ പേഷ്യൻസിന്റെ സാമ്പിളുകളാണ് കളക്ട് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്നും, 401 മുതൽ 1000 വരെ പേഷ്യൻസിന്റെ സാമ്പിളുകളാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്നും, 1000-ൽ കൂടുതലാണെങ്കിൽ അതിനെന്ത് പറയും? വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറീസ് എന്നും പറയുന്നു. ക്ലിയർ ആയോ? സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാല് ഒരു ലാബില് ഒരു ദിവസം 100 വരെ സാമ്പിളുകളാണ്, പേഷ്യൻസിന്റെ സാമ്പിളുകളാണ് ടെസ്റ്റിന് വേണ്ടി സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ സ്മോൾ സൈസ്ഡ് എന്നും, 101 മുതൽ 400 വരെ സാമ്പിളുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്നും, 401 മുതൽ 1000 വരെ സാമ്പിളുകളാണ്
റിസീവ് ചെയ്യുന്നതെങ്കിൽ ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്നും 1000-ത്തിലും മുകളിൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്നും പറയുന്നു. ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ ലൊക്കേഷൻ ക്ലിയർ ആയോ? അത് സിമ്പിൾ അല്ലേ അത്? Next, multiple location. Multiple location. A laboratory having more than one location in the same district with the same legal identity. നമുക്കറിയാം നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരു സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു പേരില് പല ലൊക്കേഷനിൽ പല സ്ഥലങ്ങളിൽ ലാബുകൾ ഉണ്ടാവാറില്ലേ? ഒരു ലീഗൽ ഐഡന്റിറ്റിയില് അല്ലേ? കേട്ടിട്ടില്ലേ? ഡിവിഷൻ അല്ലേ? ഡിവിഷൻ പിന്നെന്താണ്? അങ്ങനെ. അപ്പൊ എന്താണ്? ഒരു സെയിം ലീഗൽ ഐഡന്റിറ്റി തന്നെ ഒരു ഡിസ്ട്രിക്റ്റില് പല സ്ഥലങ്ങളിലെ ജനത ഒരുപാട് ലബോറട്ടറീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലബോറട്ടറി എന്ന് പറയുന്നു. ഓക്കെ ആയോ? ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയില്ലേ? ഇനി എക്യുപ്മെന്റ്സ് നമ്മ പറഞ്ഞു എന്താണ്? ലബോറട്ടറിയില് പല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നോക്കിയേ, ലബോറട്ടറിയിൽ എന്തൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉപകരണങ്ങളാണുള്ളത്? ടെസ്റ്റ് ട്യൂബ്സുകൾ ഉണ്ട്, പല രീതിയിലുള്ള അല്ലെ? ഗ്ലാസ് സ്ലൈഡുകൾ ഉണ്ട്. അപ്പൊ നോക്കിയേ, each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kinds of test performed. ഓരോ ലബോറട്ടറിയിലും അവർക്ക് ഓരോ ടെസ്റ്റുകൾക്കും ആവശ്യമായ എന്താണ് പ്രവർത്തനങ്ങൾക്ക് ഫങ്ഷൻസിന് ആവശ്യമായ എക്യുപ്മെന്റുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. എന്താണ് അവർക്ക് ഓരോ ടെസ്റ്റിനും എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം, അവിടെ എന്തൊക്കെ എക്യുപ്മെന്റുകൾ ഉണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ക്ലിയർ ആയ? ഓരോ ലബോറട്ടറികളിലും അവർക്ക് ആവശ്യമായ അവരുടെ ഓരോ കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് അല്ലെ? പല രീതിയിലുള്ള ടെസ്റ്റുകളായിരിക്കും അല്ലെ? ഇപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കുന്ന പോലെയാണോ WBC നോക്കുന്നത്? അതിന്റെ അതേപോലെയാണോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത്? അതേപോലെയാണോ സ്കാനിങ് ചെയ്യുന്നത്? അല്ല അല്ലെ? ഓരോന്നും വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ ടെസ്റ്റുകളുടെ കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ഓരോ ടെസ്റ്റുകളും പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് അവർക്ക് ആവശ്യമായി വരുന്ന എക്യുപ്മെന്റുകളുടെ ഒരു ലിസ്റ്റ് ലബോറട്ടറീസ് തയ്യാറാക്കുന്നുണ്ട്. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്. എന്താണ്? എക്യുപ്മെന്റുകൾ ചിലപ്പോൾ ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ മെഷറിംഗ് സിസ്റ്റം മെഷർ ചെയ്യാനായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സിസ്റ്റം ആവാം, ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആവാം. ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം, അതല്ലെങ്കിൽ മെഷറിംഗ് ആവാം, അതായത് അളക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ബ്ലഡുകളും ഒന്ന് എടുത്തു വെക്കുന്നതൊക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള മെഷറിംഗ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആവാം. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ദ ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്? എക്യുപ്മെന്റില് നമ്മ ഓരോ എക്യുപ്മെന്റുകൾ ചൂസ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങള് ഉറപ്പുവരുത്തണം? Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. നമ്മ ഓരോ എക്യുപ്മെന്റുകള് ചൂസ് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് ആ ലബോറട്ടറിയുടെ റിഗാർഡ് ടു ഡിസൈൻ രൂപകൽപ്പനയ്ക്കും അവിടുത്തെ കപ്പാസിറ്റിക്കും ശേഷിക്കും അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ ഒരു ചെറിയൊരു ലബോറട്ടറി ആണ്, അവിടെ ജസ്റ്റ് ഒരു എന്താണ് ലാബ് ടെസ്റ്റുകൾ മാത്രമേ നടത്തുന്നുള്ളൂ. എന്താണ് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും മാത്രമേ ഉള്ളൂ. അവിടെ അത്രയ്ക്കും പരിമിതമായ സ്ഥലമുള്ളൂ. അപ്പൊ അവിടെ ഒരു MRI സ്കാൻ മെഷീൻ വാങ്ങുന്നത് കൊണ്ട് അവർക്ക് വല്ല ഉപകാരം ഉണ്ടത്? ആ ഒരു മെഷീൻ എക്യുപ്മെന്റ് വാങ്ങുന്നത് കൊണ്ട് അവർക്ക് വല്ല യൂസ് ഉണ്ടാവും? ഇല്ല അല്ലെ? അപ്പൊ എന്താ എന്താണ് ഓരോ ലബോറട്ടറീസും അവർ ചൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകള് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ആ ലബോറട്ടറിയുടെ രൂപകൽപ്പനയെയും ശേഷിയെയും അടിസ്ഥാനമാക്കിയാണ്. ക്ലിയർ ആയോ? അത്
Okay. All equipment should be qualified before it is taken for clinical use. എന്താണ് ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ എടുക്കുമ്പോൾ എന്ത് ഓർക്കുക, അവിടുത്തെ ക്ലിനിക്കൽ യൂസിന്, അതായത് അവിടുത്തെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റുകൾ നടത്താം അല്ലെ, അല്ലെ, പരിശോധന നടത്തല്ലേ, സാമ്പിളുകൾ പരിശോധിക്കുക. ആ പരിശോധിക്കാനുള്ള ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. വേണ്ടേ? അതിനുള്ള ഗുണനിലവാരമുണ്ടോ, അതിനുള്ള ശേഷിയുണ്ടോ അല്ലെ, ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോ അത് പ്രവർത്തനക്ഷമമല്ല, അത് വർക്ക് ചെയ്യിക്കാമെന്ന് നമ്മൾ വിചാരിച്ച അത്രയും പ്രവർത്തനക്ഷമത ഇല്ലെങ്കിൽ എന്താണ്, അവരത് വാങ്ങിച്ചിട്ട് അവർക്ക് വല്ല ഉപയോഗം ഉണ്ടോ? ഇല്ല. അപ്പൊ ഓരോ എക്യുപ്മെന്റുകളും പർച്ചേസ് ചെയ്യുമ്പോൾ അത് അവരുടെ ക്ലിനിക്കൽ യൂസിന്, അവർക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എന്താണ്, ഓരോ എക്യുപ്മെന്റും അവർക്ക് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ഉപയോഗിക്കാൻ പറ്റണ്ടേ ഓരോ എക്യുപ്മെന്റും? അവര് പർച്ചേസ് ചെയ്യുന്ന, അവര് വാങ്ങുന്ന എക്യുപ്മെന്റ് അവർക്ക് വെറുതെ യൂസ് ചെയ്യാൻ പറ്റണ്ടേ? അവര് വെറുതെ കാണാൻ വാങ്ങിക്കുന്നതാണോ എക്യുപ്മെന്റ്? അവരത് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി മേടിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഓരോ എക്യുപ്മെന്റും അറ്റ് ഓൾ ടൈംസ് അവർക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. റെഗുലർ ഇൻസ്പെക്ഷൻസ്, ക്ലീനിങ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. എന്താണ്, ഓരോ എക്യുപ്മെന്റും റെഗുലർ ആയിട്ട് പതിവായി പരിശോധിക്കുകയും ക്ലീനിങ് നടത്തണം അല്ലെ, വൃത്തിയാക്കണം. ആൻഡ് മെയിന്റനൻസ്, പരിപാലനം നടത്തണം. പിന്നെ സർവീസ്, ഇപ്പൊ ഓരോ എക്യുപ്മെന്റുകൾ ഒരു വർഷം കൂടുമ്പോ സർവീസ് ചെയ്യുക അല്ലെ, അതിന്റെ എന്തെങ്കിലും പാർട്സുകൾ മാറ്റുക അല്ലെ, അങ്ങനെയൊക്കെ ഇല്ലേ മെയിന്റനൻസ്. അങ്ങനെയുള്ള പരിപാലനങ്ങൾ നടത്തുക, വൃത്തിയാക്കുക, പരിശോധന നടത്തുക. നെക്സ്റ്റ്, മെയിന്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി മാനുഫാക്ചറർ ഓർ മോർ. എന്താണ്, ഓർ മോർ ആസ് റിക്വയർഡ്. എന്താണ്, മെയിന്റനൻസ് നടത്തുന്നത്, പരിപാലനം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡ് ആയിട്ടുള്ള മാനുഫാക്ചർ, നിർമ്മാതാക്കളോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് വാങ്ങിക്കുന്ന ആളുകളോ പറയുന്നതനുസരിച്ചാണ് മെയിന്റനൻസ് നടത്തുന്നത്. ഇപ്പൊ നമ്മ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങാം അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറയല്ലേ, ഇത്ര നാളത്തെ സർവീസ് ഉണ്ട് ഇല്ലേ, അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരില്ലേ? അല്ലെങ്കിൽ ഒരു AC വാങ്ങുകയാണ്, അവര് വന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും അല്ലെ. AC വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് അവര് വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരില്ലേ? അത് കഴിഞ്ഞിട്ട് അവര് പറയില്ലേ ഇത്ര ദിവസം എത്തുമ്പോ അതിന്റെ ഉള്ളിലേക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്യണം ഇല്ലേ, അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ല. ഇത്ര നാളെയും അത് സർവീസ് ചെയ്യണം അല്ലെ. നമ്മ വാങ്ങുന്ന ഷോപ്പുകൾ നമുക്ക് അതിനു വേണ്ടി ഇൻഫോർമേഷൻ പറഞ്ഞു തരും, വിവരങ്ങൾ തരും. അപ്പൊ മെയിന്റനൻസ് നടത്തുന്നത്, ഓരോ എക്യുപ്മെന്റുകളുടെയും പരിപാലനം നടത്തുന്നത് അതിന്റെ നിർമ്മാതാക്കളുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ആളുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലാബ് ടെക്നോളജിസ്റ്റിന്റെ പറയുന്നതനുസരിച്ചോ ആയിരിക്കണം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വിത്ത് ഓവർ യൂസ് ഓർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, നമ്മ ഓരോ സാധനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ എക്യുപ്മെന്റും ഓവർ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മ വീട്ടിലുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ മിക്സിയൊക്കെ നമുക്ക് ഓവർ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഒരുപാട് നേരിട്ട് അടിക്കാൻ പാടുണ്ടോ? കേടായിപ്പോ അല്ലേ അല്ലേ. ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റിന്റെ പ്രായം നോക്കണം. അതായത് നമുക്കറിയാം ഇത്ര കാലയളവ് വരെയും അത് നമുക്ക് കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യക്ഷമമായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അത് കഴിയുമ്പോൾ അതിന്റെ ഭാഗങ്ങളൊക്കെ എന്തുവരും, പാർട്സുകളൊക്കെ കംപ്ലൈന്റ് വരാം എക്യുപ്മെന്റിന്റെ. അപ്പൊ ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റിന്റെ പ്രായം കണക്കിലാക്കണം. ക്ലിയർ ആയോ അത്? ലബോറട്ടറീസ് ക്ലിയർ ആയോ അത്? Okay. Laboratories should maintain needful instruction
for operation and maintenance of equipment in the form of SOP. എന്താണ് ഓരോ എക്യുപ്മെന്റുകളുടെ ലാബിലെ ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ച് SOP രൂപത്തിൽ SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ പരിപാലിക്കണം, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് SOP എന്ന് പറയുന്നത്. ഓരോ മെഷീനുകളും ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെ പ്രവർത്തിപ്പിക്കണം, വർക്കിംഗ് കണ്ടീഷൻ, അതിന്റെ യൂസ് ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എഴുതി സൂക്ഷിക്കുന്നതാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതിനെ കുറിച്ചുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ലബോറട്ടറിയിലെ എന്താണ് എക്യുപ്മെന്റുകള് സ്റ്റാൻഡേർഡ് SOP രൂപത്തിൽ ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. എന്നിട്ട് അതിന്റെ ആ SOPയുടെ ഒരു കോപ്പി ഈ എക്യുപ്മെന്റിന്റെ ഒപ്പം സൂക്ഷിക്കണം. എന്താണ് എന്തായിരിക്കും അങ്ങനെ പറയാം? അപ്പൊ വേറെ പുതുതായിട്ട് അവിടേക്ക് ഒരാളെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കുന്ന ആളാന്നില്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ആ SOP നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ ആ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, യൂസ് എങ്ങനെയാണ്, ഇല്ലേ? അറിയാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ചും SOP ഫോർമാറ്റില് SOP രൂപത്തില് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് രൂപത്തില് ആ എക്യുപ്മെന്റിന്റെ ഉപയോഗം, പ്രവർത്തനം എങ്ങനെയാണ്, യൂസ് എങ്ങനെയാണ്, അതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് എഴുതി സൂക്ഷിക്കണം. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ആ എക്യുപ്മെന്റ് അടുത്ത് തന്നെ സൂക്ഷിക്കണം. നെക്സ്റ്റ്, all equipment should undergo calibration and verification. എന്ന് വെച്ചാല് ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ചും അതിന്റെ കാലിബ്രേഷൻ എന്ന കാര്യക്ഷമത, വർക്കിംഗ് കണ്ടീഷൻ എന്നൊക്കെ പറയില്ലേ? ഇത്ര നമ്മൊരു സാധനം വാങ്ങിക്കുമ്പോ ഇത്ര വോൾട്ടിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറയില്ലേ? ഇത്ര പവറിൽ യൂസ് ചെയ്യാം, ഇത്ര വോൾട്ടിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള അപ്പൊ അത് എക്യുപ്മെന്റുകൾക്കാണ് കൂടുതൽ പറയുന്നത് അല്ലെ, അതിന്റെ കാര്യക്ഷമതയെ കുറിച്ച്, വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച്. അങ്ങനെയുള്ള കാലിബ്രേഷൻസ്, വെരിഫിക്കേഷൻസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് പേഴ്സണൽ നീഡ്സ് ടു ബി കോൺടാക്ട് ഇൻ ദ ഇവന്റ് ഓഫ് എക്യുപ്മെന്റ് malfunction should be kept safely but within reach for the യൂസർ. നമുക്കൊരു പുതിയൊരു വാഷിംഗ് മെഷീൻ മതി, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ വാറന്റി കാർഡ് കിട്ടൂലേ? വാറന്റി കാർഡ് കിട്ടും. നമ്മ വാങ്ങിച്ച സർവീസ് സെന്ററിന്റെ നമ്പർ ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ നമ്മ അത് വെറുതെ കളയോ? എന്താ ചെയ്യുന്നത്? നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കൂലേ? എന്തെങ്കിലും പ്രവർത്തനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് നമുക്ക് അവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ കീപ്പ് ചെയ്യും. അതേപോലെ ഓരോ എക്യുപ്മെന്റുകളുടെയും എന്നിട്ട് വാറന്റി കാർഡുകളും, അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് അവരെ വിളിക്കുന്നതിനുള്ള ടെലിഫോൺ നമ്പറും യൂസർക്ക്, അതായത് അത് ഉപയോഗിക്കുന്ന ആൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ, അതായത് അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കണം. ക്ലിയർ ആയത്? നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ എക്യുപ്മെന്റുകളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ വാറന്റി കാർഡും ടെലിഫോൺ നമ്പേഴ്സും, അത് സർവീസ് ചെയ്യുന്നതിന് ആവശ്യമായ ടെലിഫോൺ നമ്പേഴ്സും നമുക്ക് കാണുന്ന രൂപത്തില്, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് കാണുന്ന രൂപത്തില് സൂക്ഷിക്കുക. നെക്സ്റ്റ്, യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ റെഫറൻസ്. നമ്മ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മാനുവൽ കിട്ടും അല്ലെ? റെഫറൻസിന് വേണ്ടിയിട്ട് ബുക്ക്ലെറ്റുകള്, ആ ഉപകരണം അല്ലെങ്കിൽ നമ്മ വാങ്ങിച്ച മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയാം അല്ലെ? കിട്ടാറില്ലേ? ബുക്ക്ലെറ്റ് മൊബൈൽ വാങ്ങുമ്പോ അല്ലെ, ഫ്രിഡ്ജ് വാങ്ങുമ്പോ, TV വാങ്ങുമ്പോ ഒക്കെ കിട്ടാറില്ലേ മാനുവല്? കിട്ടാറുണ്ട്. അപ്പൊ എന്താണ് ആ മാനുവൽസ്? SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ മാനുവല് എന്താണ്? യൂസർ മാനുവല് നമുക്ക് അവൈലബിൾ, നമുക്ക് കിട്ടുന്ന രീതിയിൽ റെഫറൻസിന് വേണ്ടി, നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി റെഫറൻസിന് വേണ്ടി നോക്കണം. എക്യുപ്മെന്റിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ
നോക്കണില്ലാതെ നമുക്ക് കിട്ടുന്ന രീതിയിൽ യൂസർ മാനുവല് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഈ ലാബിലെ പോളിസികളും പദ്ധതികളും നടപടിക്രമങ്ങളും എന്താണ്? സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ എന്താണ്? ഓരോ സാമ്പിളുകളും ലേബൽ ചെയ്യുകയും ഡോക്യുമെന്റേഷൻ രേഖപ്പെടുത്തുകയും ചെയ്യുക. Specimen should be attached with at least 2 unique identifiers. നമുക്ക് ഓരോ സാമ്പിളും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഐഡന്റിഫയേഴ്സ് യൂണിക്കുകൾ സൂക്ഷിക്കണം. നമ്മ സാമ്പിള് എടുക്കും അതും എഴുതാറില്ലേ? ആ കുപ്പിയുടെ മുകളിൽ പേരും ഏജും ഒക്കെ എഴുതും അല്ലെ? എഴുതാറുണ്ടോ? അത് ആരുടെ സാമ്പിൾ ആണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള നെയിമും ഏജ് എന്താണ് ഓരോ സാമ്പിളുകളും അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുക, ഒപ്പം സൂക്ഷിക്കുക. നെക്സ്റ്റ് സ്പെസിമെൻ യൂസ് ലേബലിംഗ് യൂസിംഗ് ബാർകോഡ്സ് ഈസ് an option that may decrease error. എന്താണ് ആ സാമ്പിളും ആ സാമ്പിളും നമുക്ക് എന്താണ് ബാർകോഡുകൾ ലേബൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ ബാർകോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സാമ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലെ? ആരെയാണ്, ഏജ് എത്രയാണ് അല്ലെ, ഏത് ടെസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ ബാർകോഡുകൾ ലേബൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താണ് എറേഴ്സ് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലേബലിംഗ് മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ലേബൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്? പേഷ്യൻസിന്റെ നെയിം ഉണ്ടായിരിക്കും, ഏജ് ഉണ്ടായിരിക്കും, ജെൻഡർ ഏതാണെന്നുണ്ടായിരിക്കും, പേഷ്യൻസിന്റെ ID നമ്പർ. ചിലപ്പോ ഒരു പേഷ്യന്റ് നെയിമിൽ തന്നെ 2 or 3 ആളുകൾ വരാം അല്ലെ? ഒന്നൂടെ അപ്പൊ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അവരെന്താണ് സാമ്പിളുകൾ മാറിപ്പോകാം. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ എന്താണ് പേഷ്യൻസിന്റെ ID നമ്പർ എഴുതുന്നുണ്ട്. പിന്നെ ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതൊക്കെ ടെസ്റ്റുകൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. ആ സ്പെസിമെൻ ആ സാമ്പിള് ഇന്ന് എപ്പോഴാണ്, ഏത് ഡേറ്റിന്, ഏത് സമയത്താണ് ശേഖരിച്ചത്, കളക്ട് ചെയ്തത് എന്നും അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? റിക്വസിഷൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഡോക്ടർ ഓരോ ടെസ്റ്റുകൾ എഴുതി തരും. അവരിങ്ങനെ ഒരു ഫോമിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് തരാറില്ലേ? ഓരോ ടെസ്റ്റുകൾക്ക് നേരെ ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഹീമോഗ്ലോബിൻ, HB ഉണ്ട്, WBC അല്ലെ, ഇങ്ങനെ ടിക്ക് ചെയ്ത് തരാറില്ലേ? അവരെ ആ ഒരു ഇതിന്ന് കീറിയെടുത്തും കണ്ട് അതിനെ പറയുന്നതാണ് റിക്വസിഷൻ. കണ്ടിട്ടുണ്ടോ അത് എല്ലാവരും? ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ലല്ലേ? ഞാന് ഡോക്ടേഴ്സ് അവരുടെ ടേബിളുമ്പോ തന്നെ ഉണ്ടാവും മിക്കവാറും. അവരപ്പോ അത് കീറിയിട്ട് ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ നേരെ ഇങ്ങനെ ടിക്കിട്ട് തരും. അതാണ് റിക്വസിഷൻ ഫോം. ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. എന്താണ് the requisition form should be finished by the doctor or health workers requesting. ഒരുപാട് ടെസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിൽ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആ പേഷ്യന്റിന് ആവശ്യമുള്ള ടെസ്റ്റുകൾ മാത്രമാണ് അവർ ടിക്ക് ചെയ്ത് തരുന്നത്. ടെസ്റ്റ് ആൻഡ് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദി ലബോറട്ടറി. എന്താണ് അതിൽ എന്താണ് ഈ റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ആയിരിക്കും ഈ റിക്വസിഷൻ ഫോം ഫിൽ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങള്? റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ്, ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദി ലബോറട്ടറി. എന്നിട്ട് ആ റിക്വസിഷൻ ഫോമിന്റെ ഫോം എന്ത് ചെയ്യും? സ്പെസിമെനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒപ്പം അതെന്താണ് ലബോറട്ടറിയിലേക്ക് അയക്കുന്നു അല്ലെ? നമ്മ ആ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം അല്ലേ ലാബിൽ ചെന്ന് ടെസ്റ്റിന് കൊടുക്കുന്നത് അല്ലേ? പേഷ്യൻസ് ആ റിക്വസിഷൻ ഫോമിന്റെ അത് അപ്പൊ എന്താണ് ആ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം ഒന്നില്ലെങ്കിൽ സ്പെസിമെൻ. ഇപ്പൊ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ എന്താണ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ റിക്വസിഷൻ ഫോമിന്റെ കൂടെ കൊണ്ടു കൊടുക്കും അല്ലെ? റിക്വസിഷൻ ഫോമും
സാമ്പിളും കൂടിയാണ് സ്പെസിമെനും കൂടിയും കൊണ്ടു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് നേരിട്ട് തന്നെ ആ റിക്വസിഷൻ ഫോമോ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റുകൾ നടത്തുന്നു. നെക്സ്റ്റ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും റിക്വസിഷൻ ഫോമില്? പേഷ്യൻസിന്റെ ഐഡന്റിറ്റി അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ? ഏജ് ഉണ്ടായിരിക്കും, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ID നമ്പർ, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ട്? സോഴ്സ് എന്താണ്? കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജി. എന്താണ് ഹിസ്റ്റോപാത്തോളജിക്ക് വേണ്ടി കൾച്ചർ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ റിക്വസിഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഒന്നില്ലെങ്കിൽ ആ കൊടുക്കുന്ന സാമ്പിള് സ്വീകരിക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. വെച്ചാല് ഓൾ സ്പെസിമെൻ ഷുഡ് ബി ചെക്ക്ഡ് ഓൺ. ഇപ്പൊ നമുക്കറിയാം നമ്മ ഈ ബ്ലഡ് കോട്ടിങ്ങിനുള്ള സമയമില്ലേ, കോട്ടിങ് ടൈം, ഈ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനാണ് അവർക്ക് ആ കറക്റ്റ് ടൈം അറിയണം അല്ലെ. സർജറി ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന്റെ ബ്ലഡ് കോട്ട് ആവാൻ എത്ര സമയം എടുക്കണം അറിയണ്ടേ? അറിയണം. അപ്പൊ അതെന്താണ് ആ BPCT. അപ്പൊ അതെന്താണ്? ഒരു സമയമുണ്ട്. ആ ബ്ലഡ് എടുത്ത് ഇത്ര ടൈമിനുള്ളിൽ ആ ചെക്ക് ചെയ്യണം അല്ലെ, ചെക്കപ്പ് നടത്തണം അല്ലെ, ടെസ്റ്റ് ചെയ്യണം. ആണോ? ലാബിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതല്ലെങ്കിൽ എന്താണ്? ഓക്കെ. അത് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പിന്നെ അതുകൊണ്ട് ആ സാമ്പിൾ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവരത് റിജക്ട് ചെയ്യും. അതെനിക്ക് നമ്മൾ സാമ്പിൾ എടുക്കും, നമ്മൾ യൂറിനൊക്കെ എടുക്കുന്നത് എന്താണ്? കുപ്പിയിലാണ് അല്ലെ, ബോട്ടിലാണ്. അപ്പൊ അത് ഹൈജീനിക് ആണെങ്കിൽ, ഹൈജീനിക് അല്ലെങ്കിലോ അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സാമ്പിൾ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ നമുക്ക് ഓരോ സാമ്പിളുകളും കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വേണം അല്ലെ. ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. ക്ലിയർ ആയോ? നോക്കിയേ, all specimens should be checked on receiving in the laboratory for fitness for test. എന്ത് ചെയ്യും? എല്ലാ ലബോറട്ടറികള് എന്താണ് അവര് സ്വീകരിക്കുന്ന എല്ലാ സാമ്പിളുകളും എന്താണ് ആ ടെസ്റ്റ് ചെയ്യാൻ ഫിറ്റ്നസ് ആണോ, കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, പരിശോധിക്കുന്നു. These checks should include suitable container. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്? സൂട്ടബിൾ കണ്ടെയ്നർ ആണോ, നല്ല കറക്റ്റ് കണ്ടെയ്നറിലാണോ, കറക്റ്റ് ക്വാണ്ടിറ്റി ഓർ വോളിയത്തിനുണ്ടോ, ഇൻ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻസ്, ക്വാളിറ്റി ഓഫ് സാമ്പിൾ. ഇപ്പൊ ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലൊക്കെ എടുക്കുമ്പോൾ എന്ത് വേണം? നല്ല ക്വാളിറ്റി ഉള്ള സാമ്പിൾ വേണം അല്ലെ. അല്ല ഡാമേജ് ഉള്ളതാണെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നീവ? ഇല്ല. അപ്പൊ എന്താണ്? ക്വാളിറ്റി ഓഫ് സാമ്പിൾ ആണോ എന്ന് നോക്കും. ഇനി ലീക്കേജ്, എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് റിജക്ഷൻ. എന്താണ്? അവര് സ്വീകരിക്കുന്ന ടെസ്റ്റ് സാമ്പിളുകള് അക്സെപ്റ്റ് ചെയ്തോ, സ്വീകരിച്ചോ അല്ലെങ്കിൽ നിരസിച്ചോ എന്നുള്ള റെക്കോർഡുകൾ അവർ സൂക്ഷിക്കുന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ, എന്ത് കാരണം കൊണ്ടാണ്, അതിന്റെ ആക്ഷൻ സ്പെസിഫൈഡ്, അതിന് എന്ത് ആക്ഷൻ ആണ് അവർ സ്വീകരിക്കുക. രണ്ടാമത് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ റിജക്ട് ചെയ്തെങ്കിൽ അവരെ ഇൻഫോം ചെയ്ത് ചിലപ്പോ സാമ്പിൾ രണ്ടാമത് കളക്ട് ചെയ്തിട്ടുണ്ടാവൂലേ. അപ്പൊ എന്ത് ആക്ഷൻ ആണ് അവർക്ക് സ്വീകരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. Of all the samples received in the laboratory. എന്താണ് ലബോറട്ടറി? എല്ലാ സാമ്പിൾസിലും, സ്വീകരിക്കുന്ന എല്ലാ സാമ്പിളിലും ഇങ്ങനെയുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. ആസ് പെർ ദ ക്രൈറ്റീരിയ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. If laboratory rejects any sample, it should be informed the patients or doctor and need for recollection. എന്താണ്? ഇവര് സാമ്പിളുകൾ നിരസിക്കുകയാണെങ്കിൽ, റിജക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആ പേഷ്യൻസിനെ അല്ലെങ്കിൽ ആ ഡോക്ടറിനെ വിവരം അറിയിച്ചിട്ട് രണ്ടാമത് സാമ്പിളുകൾ റീകളക്ട് ചെയ്യുന്നു.
വീണ്ടും ശേഖരിക്കുന്നു. ക്ലിയർ ആയത്? സിമ്പിൾ അല്ലേ അതൊക്കെ? ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ. ലബോറട്ടറി റെക്കോർഡ്. ലബോറട്ടറിയിലെ റെക്കോർഡിൽ എന്തൊക്കെ? ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റെക്കോർഡ് ഷുഡ് ബി റെക്കോർഡ് ആസ് പെർ നാഷണൽ ഓർ റെഗുലേറ്റർ നീഡ്സ്. എന്താണ്? ലബോറട്ടറിയിലെ എല്ലാ റെക്കോർഡ്സുകളും എന്തിനു വേണ്ടിയിട്ട്? അവരുടെ റെഗുലർ ആയിട്ടുള്ള നീഡ്സ് ആവശ്യത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നാഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? സൂക്ഷിക്കും. ഇപ്പൊ ചിലപ്പോ എന്താണ്, നമ്മൊരു പേഷ്യൻസിന് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ചിലപ്പോ അവരെയൊന്ന് മിസ്സാവാം അല്ലെ? അല്ലെങ്കിൽ അവർക്ക് വീണ്ടും കോപ്പി ആവശ്യമായിട്ട് വരാം. അപ്പൊ അവര് വീണ്ടും നമ്മുടെ അടുത്ത് വരില്ലേ? ലാബുകളിൽ വരില്ലേ? അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കണം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് റിലീസ് ചെയ്യുന്ന എല്ലാ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ അവർ എന്തുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്. The records can be kept as physical copies as instrument printout or electronically. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? അവര് കൊടുക്കുന്ന എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളുടെയും കോപ്പികൾ അവർ സൂക്ഷിക്കാൻ, ഒന്നില്ലെങ്കിൽ അവർ പ്രിന്റ് ഔട്ട് എടുത്ത് ഫോട്ടോ കോപ്പീസ് ആയിരിക്കും സൂക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അവർക്ക് ഇലക്ട്രോണിക്കലി ആയിട്ട് സൂക്ഷിക്കുന്നു. ക്ലിയർ ആയോ അത്? അപ്പൊ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് പ്രിന്റിന് കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ സിസ്റ്റത്തിൽ തന്നെ അവര് സേവ് ചെയ്ത് സൂക്ഷിക്കുന്നു. യൂസ് ഓഫ് LIS. LISന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ അവസ്ഥ ലബോറട്ടറി. നമുക്കിപ്പോ ഒരു പേഷ്യൻസിന്റെ ID നമ്പർ അല്ലെങ്കിൽ അവരുടെ പേര് കൊണ്ടുതരാണ്. നമുക്ക് അതിൽ ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ? ID നമ്പർ. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? ഇപ്പൊ ആളുടെ പേരും ഏജും ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവരുടെ ഫുൾ ഹിസ്റ്ററി കിട്ടും അല്ലെ? അവർക്ക് ഏത് ടെസ്റ്റ് ആണ് ചെയ്തത്, എന്ത് സാമ്പിൾ ആണ് കളക്ട് ചെയ്തത്, എന്നാണ് കളക്ട് ചെയ്തത് അല്ലെ? ഏത് ടൈമിൽ കളക്ട് ചെയ്തു, അതിന്റെ റിസൾട്ട് എന്താണ് അല്ലേ? ടു ട്രാക്ക് സ്പെസിമെൻ ഫ്രം റെസിപ്റ്റ്. എന്താണ്? ആ സ്പെസിമെനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം റെസിപ്റ്റ്, പ്രോസസിംഗ്, ടേസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. ക്ലിയർ ആയോ അത്? ആ സ്പെസിമെനെ കുറിച്ചുള്ള ഇൻഫർമേഷനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ലബോറട്ടറി റെക്കോർഡ്സ് ഷുഡ് include but are not limited to the following. ലബോറട്ടറിയിലെ ഏതൊക്കെ റെക്കോർഡ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആർ നോട്ട് ലിമിറ്റഡ്. പക്ഷെ എന്താണ്? ഇതിൽ മാത്രം പരിമിതപ്പെടുന്നില്ല അല്ലെ? ലിമിറ്റ് ചെയ്യുന്നില്ല. ഇനിയും റെക്കോർഡ്സുകൾ ഉണ്ട്. കുറച്ച് റെക്കോർഡ്സുകൾ മാത്രമാണ് തരുന്നത് അല്ലെ? ഇത്രയും റെക്കോർഡ്സുകളുള്ളോ ലബോറട്ടറിയില്? അല്ല അല്ലെ? ഓക്കെ. റിക്വസ്റ്റ് ഫോം അല്ലെ? റിക്വസിഷൻ ഫോമുകൾ ഉണ്ടാവാറില്ലേ ലബോറട്ടറിയില്? മിസ് ഇപ്പൊ പറഞ്ഞ പോലത്തെ ചിലപ്പോ ഹോസ്പിറ്റലില് ഡോക്ടർ കൊടുത്തത് ചിലപ്പോ അവരെ റിക്വസിഷൻ ഫോമിലേക്ക് തന്നെ അവര് ടിക്ക് ചെയ്യൂ അല്ലെ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ റിക്വസ്റ്റ് ഫോമുകൾ ഉണ്ട്. നെക്സ്റ്റ് റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. എന്താണ്? ഓരോ റിപ്പോർട്ടുകളുടെയും റിസൾട്ടുകളും ആ റിസൾട്ടിന്റെ കോപ്പീസും അവർ സൂക്ഷിക്കാൻ. നമ്മൾ പറഞ്ഞില്ലേ പ്രിന്റ് കോപ്പീസ് ഒക്കെ, പ്രിന്റ് ഔട്ടുകൾ എടുത്ത് അവർ സൂക്ഷിക്കാറുണ്ടെന്ന്. അപ്പൊ റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സുകൾ ഉണ്ടാവാറുണ്ട്. ടെസ്റ്റിംഗ് സമയത്ത് സൃഷ്ടിക്കുന്ന ഇതില് അവരുടെ ഹാൻഡ് കോപ്പിയിൽ അല്ലെ LIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലോ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ?
അല്ലെങ്കിൽ അവർ പ്രിന്റ് എടുത്ത് തരും അല്ലെ, അതിനെയാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്. എന്താണ് ഇവ? ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ഞാൻ പറയുന്നതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആള് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ക്ലാരിറ്റി. ഓരോ ദിവസത്തെ ടെമ്പറേച്ചർ ഒക്കെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെ, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ടെമ്പറേച്ചർ, അവിടുത്തെ അന്നത്തെ വർക്കിങ്ങുകൾ അല്ലെ. ഓരോ ദിവസവും എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങള് എഴുതി സൂക്ഷിക്കുന്നതാണ് ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്സ്. ലബോറട്ടറി രജിസ്റ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട് അല്ലെ. രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? രജിസ്റ്റേഴ്സ് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് അല്ലെ, കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി രജിസ്റ്റേഴ്സ്. നെക്സ്റ്റ് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഓരോ എക്യുപ്മെന്റുകളുടെയും എന്താണ് വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അവിടുത്തെ അതിന്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ്, അതിന് എത്ര പ്രവർത്തനക്ഷമതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്നതാണ് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ചാണ് അത്. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. ക്യൂസി റെക്കോർഡ്സുകൾ, ക്വാളിറ്റി മാനുവൽ അല്ലെ. ഇപ്പൊ നമ്മ ഫാർമസിയിൽ പഠിച്ചപ്പോ എന്ത് പറഞ്ഞു? ഓരോ മെഡിസിനുകളുടെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ, ഗുണനിലവാരം പരിശോധിക്കൂ എന്ന് പറഞ്ഞു. ക്വാളിറ്റി മസ്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ലബോറട്ടറിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനം, ഓരോ എക്യുപ്മെന്റുകളാവാം, അവിടെ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളുടെയും ക്വാളിറ്റികളെ കുറിച്ച് എഴുതി സൂക്ഷിക്കുന്നതാണ് ക്വാളിറ്റി റെക്കോർഡ്സ്. ഗുണനിലവാരം, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷനിങ്, വർക്കുകൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ട്, ടെസ്റ്റുകൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഇൻസിഡന്റ് ബുക്ക് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ഇൻസിഡന്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റുകൾ, ഇപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞു അല്ലെ, ഗ്യാസ് ലീക്കേജ് വരാം അല്ലെ, ഗ്യാസ് സ്പില്ലേജ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷൻ വരാം അല്ലെ ലാബുകളില്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ടെസ്റ്റ് റിസൾട്ടുകൾ മാറിക്കൊടുക്കാം ആണോ. എമർജൻസി ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വരാം. അങ്ങനെയുള്ള ഇൻസിഡന്റ് സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ബുക്ക്. അങ്ങനെ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, അതിനു വേണ്ടി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇവരെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ച് എന്ത് ആക്ഷൻ എടുത്തു എന്നതിനെ കുറിച്ച് എഴുതുന്നതാണ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. സ്റ്റോക്ക് കാർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട്, ഇപ്പൊ എക്യുപ്മെന്റുകൾ ആവാം, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആവാം, കെമിക്കൽസ് ആവാം, അതൊക്കെ എത്ര സ്റ്റോക്ക് ഉണ്ട്, അവർ എത്രത്തോളം സംഭരിച്ച് സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് സ്റ്റോക്ക് കാർഡ്സ്. നെക്സ്റ്റ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. അവർ വാങ്ങുന്ന, അവർ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവര് ഇത് ചെയ്യോ, സപ്ലൈ ചെയ്യോ, വിതരണം ചെയ്യോ ഓരോ സെക്ഷനിലേക്കും. ഇപ്പൊ അവർ കുറെ ടെസ്റ്റ് ട്യൂബുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കോ, സാമ്പിൾ കളക്ട് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യോ, അവർ വാങ്ങിക്കുന്ന എല്ലാ കെമിക്കൽസ് അവർ യൂസ് ചെയ്യോ, ഇല്ല അല്ലെ. അവിടെ എന്ത് ചെയ്യാൻ, കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, കുറച്ച് സ്റ്റോർ. അപ്പൊ ഇവര് ആവശ്യത്തിന് മാത്രം അവര് യൂസ് ചെയ്യണം. അപ്പൊ അവര് ആവശ്യത്തിന് വേണ്ടി എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉപയോഗത്തിന് വേണ്ടി സ്റ്റോക്കിൽ എത്രത്തോളം സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതാണ് സപ്ലൈ റെക്കോർഡ്സിൽ സൂക്ഷിക്കുന്നത്. പേഴ്സണൽ റെക്കോർഡ്സുകൾ. പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള സ്റ്റാഫുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എഴുതി സൂക്ഷിക്കുന്നത്. അവരെന്താണ് സ്റ്റാഫ് ട്രെയിനിങ്, അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ടോ, പരിശീലനങ്ങൾ ടെസ്റ്റുകളുമായി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ടോ. കോമ്പിറ്റൻസി റെക്കോർഡ്. കോമ്പിറ്റൻസിന് അവരെ കഴിവ് രേഖകൾ, അവരുടെ ഓരോ ക്വാളിഫിക്കേഷൻ ആവാം, അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, കോമ്പിറ്റൻസി ഉണ്ട് എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് റെക്കോർഡ്. അവരെ ആരോഗ്യ രേഖകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ.
അല്ലേ നീവ? ആണോ? ഞാൻ പറയുന്നത് നീവ അവിടെ വർക്ക് ചെയ്യുന്നതായ എന്നോട് മിസ് ഒന്ന് എടുത്തു വയ്ക്കുന്നത്. കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റെസൊല്യൂഷൻ എന്നാണ് ചിലപ്പോ അവരുമായി ബന്ധപ്പെട്ട് അല്ലെ ലാബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വരാം അല്ലെ. ഒന്നുകൂടെ എന്താണ് ചിലപ്പോ ടെസ്റ്റ് റിസൾട്ടുകൾ മാറിക്കൊടുക്കാം അല്ലെ. അതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരാം. അങ്ങനെയുള്ള കംപ്ലൈന്റ്സുകളെ കുറിച്ച് എഴുതി വെക്കുന്ന റെക്കോർഡ് ഉണ്ട്. അതിനുവേണ്ടി ആ കംപ്ലൈന്റ്സിനെ തരണം ചെയ്യാനായിട്ട് അവർ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്, അവർ എന്ത് രീതിയിലാണ് അതിനെ വേണ്ടി പ്രതികരിച്ചത്, അതാണ് ആൻഡ് ദെയർ റിസൊല്യൂഷൻ. നെക്സ്റ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അസറ്റ്, ആസ്തി. ലബോറട്ടറിക്ക് എത്ര ആസ്തി ഉണ്ട്? ആസ്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമുക്ക് എത്ര സമ്പത്തുണ്ട്? നമുക്ക് എത്ര സമ്പത്തുണ്ടെന്ന് അറിയില്ലേ? വീടുണ്ട്, കാറുണ്ട്, വീട്ടിൽ ഇങ്ങനെ സാധനങ്ങളുണ്ട് ഇല്ലേ? ആസ്തി, അസറ്റ്. ഓക്കെ. അപ്പൊ ആ ലബോറട്ടറിക്ക് എത്ര അസറ്റ് ഉണ്ട്, എത്ര ആസ്തി ഉണ്ട് എന്നതിനെ കുറിച്ച് സൂക്ഷിക്കുന്നതാണ് ഇൻവെന്ററി. സേഫ്റ്റി മാനുവൽ. സേഫ്റ്റി മാനുവൽ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് എമർജൻസി സിറ്റുവേഷൻ വരാം അല്ലെ, ഡിസാസ്റ്റർ വരാം, ദുരന്തങ്ങൾ വരാം. അപ്പൊ അവർക്കൊക്കെ അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം ഇതിനെ കുറിച്ച് എഴുതി സൂക്ഷിക്കുന്നതാണ് സേഫ്റ്റി മാനുവൽ, സുരക്ഷാ മാനുവൽ. നെക്സ്റ്റ് ബഡ്ജറ്റ്. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അവരുടെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്ര ബഡ്ജറ്റ്, എത്ര പൈസ ചെലവാകും എന്നതിനെ കുറിച്ചാണ് ബഡ്ജറ്റ്. SOPs എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓരോ ലാബിലെയും പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? നിലവാരമുള്ളതായിരിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അവിടുത്തെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരമുള്ള പ്രവർത്തന നടപടിക്രമങ്ങൾ അതെന്തൊക്കെയായിരിക്കണം എന്നാണ് SOPsല്. നെക്സ്റ്റ് വർക്ക് ലോഡ് ആൻഡ് സർവീലൻസ് റിപ്പോർട്ട്. വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ലാബുകളിൽ വർക്ക് ലോഡ് കൂടാ അല്ലെ. ഇപ്പൊ കൊറോണ വന്നപ്പോ ഓരോ ലാബുകളിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര തിരക്കായിരുന്നു അല്ലെ. കൊറോണ ടെസ്റ്റിന് വേണ്ടിയിട്ട് തിരക്കായിരുന്നോ? അപ്പൊ ആ വർക്ക് ലോഡ് ചില സമയത്ത് അവർക്ക് എന്ത് പറ്റും? വർക്ക് ലോഡ് കൂടാം. അപ്പൊ അവർക്ക് ആ സമയത്ത് അവർക്ക് അത് വർക്ക് ലോഡ് കുറിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, സർവൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, അതാണ് വർക്ക് ലോഡ് ആൻഡ് സർവീലൻസ് റിപ്പോർട്ട്. ചിലപ്പോൾ സ്റ്റാഫുകൾ അധികമാക്കാം, അതല്ലെങ്കിൽ ഉള്ള സ്റ്റാഫുകൾ ഡ്യൂട്ടി തിരിച്ചു കാണിട്ട് അല്ലെ, ഷിഫ്റ്റ് മാറ്റാം, പല രീതിയിൽ ചെയ്യാം അല്ലെ. വർക്ക് ലോഡ് കുറയ്ക്കാൻ ടൈം കൂട്ടും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വർക്ക് ലോഡ് ആൻഡ് സർവീലൻസ് റിപ്പോർട്ടുകളിൽ എഴുതി സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ ഇന്നത്തെ ഭാഗം മിസ് എടുത്തത്? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.